നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം. ഇന്ന് സ്ഖലനം എന്ന പ്രക്രിയയാണ് ഞാൻ വിശദമാക്കുന്നത്. ബാഹ്യമോ ആന്തരികമോ ആയ പ്രേരണയാൽ ഉദ്ധൃതമായ ലിംഗത്തിൽ സ്റ്റിമുലേഷൻസ് തുടർന്നാൽ അത് ഇജാക്കുലേഷൻ അഥവാ സ്ഖലിക്കുന്നു. ഇതിനെടുക്കുന്ന സമയം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഓരോ വ്യക്തിക്ക് മൂഡിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇത് മാറും. സ്ഖലന സമയത്തുണ്ടാകുന്ന ആനന്ദത്തിന്റെ അനുഭവവും അതുപോലെ തന്നെ. അതിവേഗം പടക്കം പൊട്ടിത്തീരുന്നത് പോലെ സ്ഖലനവും രതിമൂർച്ചയും അനുഭവിച്ചേക്കാം. മറ്റൊരു സന്ദർഭത്തിൽ ദീർഘനേരം സ്റ്റിമുലേഷൻ ആവശ്യമായും വരാം. രതിമൂർച്ച സമയത്ത് ആനന്ദത്തിന്റെ അളവ് തീരുമാനിക്കുന്നത് വൈകാരിക മാനസിക തലങ്ങളാണ്. ശാരീരികമായി സ്ഖലനം ഏതവസ്ഥയിലും ഒന്ന് തന്നെയാണ്. സ്വയംഭോഗം ചെയ്യുമ്പോഴും ഏറ്റവും ഉന്മാദകരമായി പാർട്ട്ണർക്കൊപ്പവും. എന്നാൽ മാനസിക വൈകാരിക തലമാണ് ലൈംഗികതയുടെ പ്രധാന ആനന്ദദായക ഘടകം. ഓരോ തവണയും സെക്സിൽ ഏർപ്പെടുന്ന ദമ്പതികൾ ഇവ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. യാതൊരുവിധ അല്ലലോ അലട്ടലോ കിടപ്പുമുറിയിൽ കൊണ്ടുപോകരുത്. അതിനു മുമ്പ് തന്നെ അവയെല്ലാം തീർക്കണം. സ്വസ്ഥമായി മാനസികമായി വേണം പരസ്പരം അറിയാൻ. ലിംഗത്തിൽ മതിയായ അളവിലുള്ള സ്റ്റിമുലേഷൻ ലഭിക്കുമ്പോൾ ഒരു സങ്കീർണമായ നാഡി സിഗ്നൽ പെൽവിക് ഫ്ലോർ മസിൽ കൺട്രാക്ട് ചെയ്യാൻ ഇടയാക്കുന്നു. ഈ പെൽവിക് ഫ്ലോർ മസിൽസ് എന്നത് സ്ക്രോട്ടത്തിന്റെ പിറകിലായി റെക്റ്റത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്നു. ഇവയുടെ കൺട്രാക്ഷൻ മൂത്രനാളിയെ അടയ്ക്കുകയും ഇജാക്കുലേറ്ററി ഡക്റ്റിനെ തുറക്കുകയും ചെയ്യുന്നു. സ്പേമും സെമിനൽ ഫ്ലൂയിഡും യുറീത്രയിൽ എത്തിച്ചേർന്ന് ഒന്നാകും. തുടർന്ന് ഈ പെൽവിക് കൺട്രാക്ഷൻ ശരീരം മുഴുവനും പടരും. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗതയും വർദ്ധിക്കും. അങ്ങനെ ഇജാക്കുലേഷൻ എന്നത് ഒരു ബോഡി പ്രോസസ് ആകും. ഇജാക്കുലേഷൻ എന്നത് വെറുതെ മലമൂത്ര വിസർജനം എന്ന പോലെ ഒരു ശാരീരിക പ്രക്രിയ മാത്രമായി അവസാനിക്കുന്നില്ല എന്നത് സുവ്യക്തമല്ലേ? സ്വപ്നസ്ഖലനത്തിനോടൊപ്പം ഇടിവെട്ട് പോലെ അത് ശരീരം മുഴുവൻ നിറയുന്ന ഒരു വൈദ്യുതാഘാതം പോലെയോ വർണ്ണനാതീതമായ ആനന്ദമായി ഉന്മാദമായി ശരീരവും മനസ്സും നിറഞ്ഞനുഭവിക്കണം. ഇങ്ങനെ ഇത് അനുഭവിക്കണമെങ്കിൽ പങ്കാളിയുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാകണം. രതിയുടെ സമഗ്രത എന്നത് പങ്കാളികളുടെ പൂർണ്ണ പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. സ്വാർത്ഥത വിട്ട് അവ പരസ്പരം നൽകാൻ തയ്യാറായാൽ മാത്രമേ ഈ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ആ സമയം കറണ്ട് ബില്ലും ലോണടവും ഒന്നും അവിടെ കടന്നു വരരുത്. യാതൊരു താരതമ്യവും പാടില്ല. ഓരോ ദിവസവും ഓരോ തവണയും വ്യത്യസ്തമാണ്. ഓരോ അനുഭവവും ഒന്നിനൊന്നോട് താരതമ്യം ചെയ്യരുത്. ഒരു ദിവസം മോശമായാൽ അടുത്ത ദിവസം നന്നാകും. എന്നാൽ അതിനെപ്പറ്റിയുള്ള ആദികൾ മനസ്സിൽ നിറച്ചാൽ അവിടെ തീരുകയായി എല്ലാം. ഇന്ന് ലഭിച്ചതിൽ സന്തോഷിക്കുക. കൂടുതൽ നല്ലതിനായി പരിശ്രമിക്കുക. കാലവും പരിചയസമ്പത്തും കൂടുതൽ നന്നായി എന്തിലും ശോഭിക്കുവാൻ സഹായിക്കും. അത് രതിക്കും ബാധകമാണ്. സ്വയം പരിഹരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അറിവുള്ളവരുടെ സഹായം തേടുക. ജീവിതം പാഴാക്കരുത്.